ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് വെഡ്ഡിങ് പർച്ചേസ് വീഡിയോയാണ്. അതേ മുമ്പത്തെ 2 വെഡ്ഡിങ് പോലെ തന്നെ ഇത് മൂന്നാമത്തെ കസിൻ്റെ വെഡ്ഡിങ് ആണ്. സെയിം ആദ്യം നമ്മൾ ജയലക്ഷ്മിയിലാണ് പോയത്. നമ്മളത് ഈ ഒരു പാറ്റേൺ സാരിയാണ് നോക്കിയിരുന്നത്, പക്ഷേ ആ ടൈപ്പ് നമുക്ക് കിട്ടിയില്ല. പിന്നെ അതുപോലെ ഞങ്ങൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സാരി നോക്കിയിരുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻ ഓൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച സാരി കിട്ടിയില്ല. മീൻസ് നമ്മൾ ഉദ്ദേശിച്ച ഒരു പ്ലെയിൻ സാരി വിത്ത് സിമ്പിൾ ബോർഡറാണ് ഉദ്ദേശിച്ച് പോയത്. പക്ഷേ നോർമൽ ബനാറസി സാരീസ് ആൻഡ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബനാറസി സാരീസ് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി ആ ടൈപ്പ് സാരീസ് ഞങ്ങളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ടൈപ്പ് മേടിച്ചില്ല. അപ്പോൾ വേറെ സിൽക്ക് ടൈപ്പ് തന്നെ നോക്കാമെന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ റേറ്റ് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതലാണെങ്കിൽ ഒരുപാട് സാരീസ് അവിടെ ഉണ്ട്. പിന്നെ വരുന്നത് ഇതാ നോർമൽ സാരീസ്. സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സാരീസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ഒരു 600-800 റേഞ്ചിലൊക്കെ അടിപൊളി സാരീസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് സാരീസ് ഓണം കളക്ഷനൊക്കെ വന്നു ഗൈസ്. അപ്പോൾ ഒരു തവണ കൂടി വരേണ്ടി വരും. അങ്ങനെ അമ്മയ്ക്ക് വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സാരിയും എനിക്ക് സ്കൂളിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാരി, അങ്ങനെ 2 നോർമൽ സാരീസ് എടുത്തു. പക്ഷേ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സാരീസ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി റിസപ്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ തപ്പാന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ നെക്സ്റ്റ് പോയത് പരാഗിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഒരേ ടൈപ്പ് ഗൗണായിരുന്നു. അപ്പോൾ ഗൗണിന് വേണ്ടിയിട്ടുള്ള കുറേ മെറ്റീരിയൽസ് നമ്മൾ നോക്കി. അതിൽ കുറച്ച് വർക്ക് മെറ്റീരിയൽസ് നമ്മൾ എടുത്ത് മാറ്റി വെച്ചു. ഒരുപാട് വർക്ക് മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ ആയിരുന്നു. കമ്പാരിറ്റീവ്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് പരാഗിൽ. പോത്തീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർക്ക് മെറ്റീരിയൽ ഇവിടെ കുറച്ച് റേറ്റ് കുറവായിട്ട് തോന്നി. അങ്ങനെ പരാഗിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ നേരെ പോത്തീസിൽ വന്നു. അവിടെയും വർക്ക് മെറ്റീരിയൽ നോക്കാമെന്ന് കരുതി. അതിനു മുന്നേ ഞങ്ങൾക്ക് നല്ല വിശന്നതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി 2 ബർഗറും ഒരു കോഫിയും മേടിച്ച് കഴിച്ചു. അപർണ എനിക്കൊരു ഐസ്ക്രീമും മേടിച്ച് തന്നു വാനിലയുടെ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ സാരീസ് നോക്കാൻ പോയി. അപ്പോൾ ഈ ഒരു സാരി അപർണയ്ക്കും എനിക്കും ഇഷ്ടമായിരുന്നു. നമ്മൾ ഒരേ ടൈപ്പ് സാരിയാണ് നോക്കിയിരുന്നത്. അപ്പോൾ ആ 2 സാരി ഞങ്ങൾക്ക് ഇഷ്ടമായി. പക്ഷേ ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സെക്കൻഡ് ഫ്ലോറിലെ സിൽക്കും ഫാൻസി സാരീസൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യാമെന്ന് കരുതിയിട്ട്. അപ്പോൾ അവിടെ സൈഡിലൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഓണം പ്രമാണിച്ച് പോത്തീസിൽ ഒത്തിരി സാരീസ് വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കിയപ്പോഴും നമുക്ക് കുറേ സിമ്പിൾ സാരീസ് ഞങ്ങളുടെ ബഡ്ജറ്റിനുള്ളത് കിട്ടി. കുറേ നമ്മൾ നോക്കി കേട്ടോ, ഒരുപാട് നോക്കി. സാരിയുടെ പേര് മഴ ഗൈസ്. ഏത് സാരി എടുക്കണമെന്ന് കൺഫ്യൂഷനായിട്ട് നടക്കുകയാണ്. അറ്റ് ലാസ്റ്റ് എനിക്ക് ഈ സാരി എടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് അപർണ ഈ ഒരു ഗ്രീൻ സാരി സെലക്ട് ചെയ്തു. ഇത് ബനാറസി വരുന്നതാണ്, പക്ഷേ പ്ലെയിൻ ബനാറസിയിൽ സൈഡിൽ ബോർഡർ വരുന്ന മോഡൽ. അപ്പോൾ ഞാൻ അത് അവിടെ മാറ്റി വെച്ചിട്ട് വീണ്ടും നേരെ സിൽക്കിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്കിതാ ഈ ടൈപ്പ് സാരീസ് ഇഷ്ടമായി. ഫൈനലി ഞാൻ സെലക്ട് ചെയ്ത സാരി ഇതായിരുന്നു ഗൈസ്. വീട്ടുകാർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എന്തോ എനിക്കൊരു സിമ്പിൾ സാരി വേണമെന്ന് തോന്നി. ഞങ്ങൾ അത് സെലക്ട് ചെയ്തു ലാസ്റ്റ്. പിന്നെ നമ്മൾ വന്നത് ഓൾറെഡി ഗൗണായിരുന്നു റിസപ്ഷൻ നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ പെട്ടെന്ന് ചേഞ്ചായി സാരി നോക്കിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫാൻസി സാരീസ് നോക്കി കുറേ എണ്ണമൊക്കെ ട്രൈ ചെയ്തു. അപ്പോൾ ഇതായിരുന്നു ഗൈസ് ബില്ലിങ്ങിലെ അവസ്ഥ എന്ന് പറയുന്നത്. ക്യൂ നിന്ന് ബില്ലടിക്കേണ്ട അവസ്ഥയായിരുന്നു. അവിടെ നിന്ന് നേരെ വീണ്ടും പരാഗിൽ തന്നെ വന്നു. കാരണം വർക്ക് മെറ്റീരിയൽ അത്ര ഇഷ്ടമായില്ല പോത്തീസിൽ. അങ്ങനെ ഇവിടെ വന്നിട്ട് ഞാൻ ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തു. ഞങ്ങളുടെ തീരുമാനം മൊത്തം മാറി കേട്ടോ. ഞങ്ങൾ ഗൗൺ എന്നുള്ളത് മാറി ഫാൻസിയിലോട്ട് മാറി. ഫാൻസി സാരി മീൻസ് പ്ലെയിൻ സാരി വിത്ത് ഫാൻസി ബ്ലൗസ്. അപ്പോൾ ഇത് ഇത്രയാണ് ഞങ്ങൾ മേടിച്ച ബ്ലൗസ് പീസ്. ഇതെൻ്റെ ആയിരുന്നു. ഇതൊരു പൗഡർ ബ്ലൂ കളർ ഒരു ബ്ലൗസായിരുന്നു. ഇത് ആ ഗ്രീൻ ഭാഗ്യെടുത്ത്, ഈ വൈറ്റ് അപർണ, പിങ്ക് അനാമിക, അതായിരുന്നു ഞങ്ങളെടുത്തത്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള പ്ലെയിൻ സാരീസ് അവിടെ നിന്ന് തന്നെ മുറിച്ച് മേടിച്ചു. ഭാഗ്യത്തിന് ഞങ്ങളെടുത്ത അതേ ബ്ലൗസിൻ്റെ പ്ലെയിൻ സാരീസ് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ റിസപ്ഷൻ ഡ്രസ്സിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് എൻ്റെ സാരിയിൽ ഞാൻ അവിടെ വെച്ച് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. വീട്ടിൽ വന്ന എല്ലാവരുടെ അഭിപ്രായം കേട്ടപ്പോഴാണ് ഡൗൺ ആയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പോത്തീസിലോട്ടാണ് വന്നത്. അവിടെ നിന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം ഒരു 6:30 ആയിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നല്ല വിശന്നു. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടി ഒരു ബേക്കറി കയറിയിട്ട് നേരെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ ഇതായിരുന്നു ഗൈസ് നമ്മളെടുത്ത റിസപ്ഷൻ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്.